ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശനി ഞായറൊക്കെ ആയിട്ട് പുറത്തൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ 4 മണിക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചെറിയൊരു വിഭവം ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം. ബ്രെഡ്, കുറച്ച് പാല്, തേങ്ങ ചിരവിയത്, ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, പിന്നെ പഞ്ചസാര. ഈ ബ്രെഡ് എടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ലേശം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നതാണ്. പിന്നെ നമുക്ക് പൊടിക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പൊടിച്ചത് റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇടുന്നത് കേട്ടോ. അതിനുശേഷം കുറച്ച് തേങ്ങ എടുക്കാതെ, തേങ്ങ കൂടി ഇട്ടിട്ട് കുറച്ച് പാല് ഒഴിക്കാം. ഇനി അധികം ഒഴിക്കരുത്, അധികം ഒഴിച്ച് ഓറായി പോകും. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. കുഴച്ചെടുത്തിട്ട് ഇതിലേക്ക് പഞ്ചസാര ചേർക്കണം. ആവശ്യത്തിന് പഞ്ചസാര കേട്ടോ. നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര ചേർക്കാം. എനിക്കിപ്പോൾ അധികം മധുരം വേണമെന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ പഞ്ചസാര കുറവാണ് ചേർക്കുന്നത്. ഓരോരുത്തരുടെ മധുരത്തിൻ്റെ ആവശ്യം അനുസരിച്ചൊക്കെ പഞ്ചസാര ചേർത്താൽ മതി. പിന്നെ നമുക്ക് ഈ അരിഞ്ഞിട്ടാണ് ഏത്തപ്പഴം ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായി കുഴച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ചെറിയ ബോള് പോലെ ഉരുട്ടിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉണ്ടുരുട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാൻ പോകണം. നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മുടെ ബ്രെഡ് പൊരിച്ചതിൻ്റെ കൂടെ നമുക്കൊരു ക്യാരറ്റ് ഷേപ്പിൽ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാരറ്റ് വെറുതെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് വെച്ചാൽ കേട്ടോ. അത് മിക്സിയിലിട്ട് പഞ്ചസാര ഇട്ടൊന്ന് അടിച്ചെടുക്കാം. കുറച്ച് ഐസ് ക്യൂബ് ഇടുന്നുണ്ട്, പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഐസ് ക്യൂബ് നമ്മൾ മിക്സിയിലിട്ടിട്ടുണ്ട്. ഇനി ക്യാരറ്റ് നമുക്ക് മിക്സിയിലേക്ക് എടുത്തിടാം. ഇത് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെള്ളമൊഴിച്ച് വേവിച്ച് വെച്ച് വേണ്ട. മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊക്കെ സാധനം ഒരു ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നമ്മൾ വേറെ മായങ്ങളൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് ഇതൊക്കെ. ഇതിൻ്റെ കുറച്ച് വെള്ളം ഒരിഞ്ഞെടുത്ത് വയ്ക്കാം. പിന്നെ പഞ്ചസാര ആവശ്യത്തിനിട്ടാൽ കേട്ടോ. ഓരോരുത്തർ മധുരം എന്തോരം വേണമെന്ന് വെച്ചാൽ അത് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇടാം. പിന്നെ നേരെ മിക്സിയിൽ അടിച്ചിടാം. ഒരു ഗ്ലാസ് പാലൂടെ ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് പൊരിച്ചതും
ക്യാരറ്റ് ഷേക്കും റെഡി ആയിട്ടുണ്ട്. ഈ ക്യാരറ്റ് ഷേക്കിലേക്ക് കുറച്ച് ഈന്തപ്പഴം കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ വൈകിട്ട് നമുക്ക് കുട്ടികൾക്കും വീട്ടിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങൾക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.